നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ഉത്തർപ്രദേശിൽ BJP അധികാരത്തിലെത്തിയതോടെ അവിടെ ഫുൾ മാറ്റങ്ങളാണ്. ഇപ്പോഴിതാ പുതിയൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നു. യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായതോടെ ഔദ്യോഗിക വസതി ഇനി ആശ്രമമായിരിക്കും. താൻ ഇതുവരെ പിന്തുടർന്നു വന്ന സന്യാസ ജീവിത രീതിയിൽ ഒരു മാറ്റവും വരുത്താൻ തയ്യാറല്ല ആദിത്യനാഥ്. ലക്നൌവിലെ ഔദ്യോഗിക വസതിയിൽ അതിനായുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി തുടങ്ങി. ഗോരഖ്നാഥ് ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ കൂടിയായ യോഗി ആദിത്യനാഥ് പ്രത്യേക പൂജകളും ഹോമങ്ങളും കഴിഞ്ഞതിനു ശേഷം മാത്രമേ ഔദ്യോഗിക വസതിയിൽ താമസം ആരംഭിക്കുകയുള്ളൂ. 7 പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ ശുദ്ധീകരണ പ്രക്രിയകൾ തുടങ്ങിവെക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ പഴയ മുഖ്യമന്ത്രിമാർ ഉപയോഗിച്ചിരുന്ന എല്ലാ വസ്തുക്കളും വസതിയിൽ നിന്നും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തുകലിൽ നിർമ്മിച്ച സോഫ സെറ്റുകൾ അടക്കമുള്ള എല്ലാ വസ്തുക്കളും ഇവിടെ നിന്ന് മാറ്റി. മുഖ്യമന്ത്രിയായ ശേഷം ഡൽഹിയിൽ നിന്നും തിരിച്ചെത്തിയ യോഗി താമസിച്ചത് ലക്നൌവിലെ ഒരു ഗസ്റ്റ് ഹൌസിലായിരുന്നു. അതിനിടെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി വളപ്പിൽ ഗോശാലയും നിർമ്മിച്ചു തുടങ്ങി. ഗോരഖ്പൂർ മഠത്തിലുള്ള 500 പരം പശുക്കളെ ലക്നൌവിൽ എത്തിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പുലർച്ചെ 5:30 പശുക്കൾക്ക് പുല്ല് നൽകിക്കൊണ്ടാണ് യോഗി ആദിത്യനാഥിന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത്. പുല്ലിനു പുറമെ ബിസ്ക്കറ്റും പഴങ്ങളുമൊക്കെ പശുക്കൾക്ക് നൽകും. ഗൗരി, ഗംഗ, നർമ്മദ, യമുന തുടങ്ങിയ പേരുകളിലാണ് പശുക്കൾ അറിയപ്പെടുന്നത്. ഇവർക്ക് ആദിത്യനാഥ് തന്നെയാണ് പേരിട്ടത്. അദ്ദേഹം തന്നെ തീറ്റ നൽകിയില്ലെങ്കിൽ ചില പശുക്കൾ തിന്നാൻ കൂട്ടാക്കാറില്ലെന്ന് ഗോശാലയുടെ ചുമതലക്കാരനായ ശിവ് പ്രസാദ് പറയുന്നു. പശു സംരക്ഷണം കടമയാണെന്നാണ് യോഗി ആദിത്യനാഥിന്റെ പക്ഷം. ശനിയാഴ്ച അദ്ദേഹം ക്ഷേത്രത്തിൽ മടങ്ങിയെത്തുന്നതോടെ പശുക്കളെ ഔദ്യോഗിക വസതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും. തന്റെ വളർത്തുനായ രാജയെയും അദ്ദേഹം ലക്നൌവിലേക്ക് കൊണ്ടുപോയേക്കും. ക്ഷേത്ര ലൈബ്രറിയിലെ പുസ്തകങ്ങളും ഔദ്യോഗിക വസതിയിൽ എത്തിക്കുമെന്നാണ് സൂചന. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.